42 വർഷത്തെ ഫോട്ടോഗ്രാഫി പ്രവർത്തനത്തിനിടയിൽ 58 പുരസ്കാരങ്ങൾ. സുജി ആതിരയ്ക്ക് ഫോട്ടോഗ്രാഫി എന്നത് ജീവിതമാർഗമല്ല, മറിച്ച് ജീവിത ലഹരിയാണ്. ആഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ പരിചയപ്പെടാം സുജീന്ദ്രൻ എന്ന സുജി ആതിരയെ. ക്യാമറ കണ്ണിലൂടെ ജീവിതത്തെ നോക്കിക്കണ്ട് അതിലെ അപൂർവ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത 4.5 പതിറ്റാണ്ടിലധികം നീണ്ട സർഗസഞ്ചാരം. ഫോട്ടോഗ്രാഫി മേഖലയിൽ 48 വർഷം പൂർത്തിയാക്കുന്ന ഈ കലാകാരന്റെ ശേഖരത്തിലുള്ളത് 5 നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ 58 പുരസ്കാരങ്ങളാണ്. 50കളിലും ക്യാമറയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം തന്റെ 22ാം വയസ്സിലാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കാൽവെക്കുന്നത്. ചെറുപ്പം മുതലേ മനസ്സിൽ കൂടിയ ക്യാമറ പ്രേമം തന്നെയാണ് ഇദ്ദേഹത്തെ ഈ മേഖലയിലേക്ക് നയിച്ചത്. തുടക്കത്തിൽ മെക്കാനിക്കൽ ജോലി നോക്കിയിരുന്നുവെങ്കിലും മനസ്സിലെ ലക്ഷ്യം ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു. പെരുമ്പടപ്പിലെ ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്ത് അനുഭവ സമ്പത്ത് നേടിയ ശേഷം കൂടുതൽ അനുഭവ സമ്പത്തിനായി മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ നിന്നാണ് ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വശങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചെടുത്തത്. യാത്രകളിലും മറ്റും അതിമനോഹരമായ ഫ്രെയിം കണ്ടാൽ അത് വിട്ടുകളയാൻ ഇദ്ദേഹം തയ്യാറല്ല. കൃത്യമായ വെളിച്ചവും ഭാവവും ഒത്തുവരുന്ന നിമിഷത്തിനായി മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ ആണ് കാത്തിരിക്കുന്നത്. ഒരു നല്ല ചിത്രത്തിനായി എത്ര സമയം കാത്തിരിക്കാനും താൻ തയ്യാറാണ്. ആ കാത്തിരിപ്പാണ് ഫോട്ടോഗ്രാഫിയുടെ യഥാർത്ഥ സംതൃപ്തി എന്ന് സുജി ആതിര പറയുന്നു. വിവിധ മത്സരങ്ങൾക്കായി സമയബന്ധിതമായി പ്രഖ്യാപിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് തന്റെ ശേഖരത്തിലെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 3 അവാർഡ് കിട്ടിയതും സുജിയുടെ അഭിമാന നേട്ടമാണ്. പെരുമ്പടപ്പിലെ കരിങ്കല്ലത്താണി പാടശേഖരത്തിന്റെ രമണീയത ക്യാമറയിൽ പകർത്തിയതിനാണ് ഈ 3 അവാർഡുകൾ തേടിയെത്തിയത്. കുന്നംകുളം CCTV ഇറക്കിയിരുന്ന കലണ്ടറുകളിലും മറ്റു പരസ്യങ്ങളിലും ഒരു കാലത്ത് സുജിയുടെ ഫോട്ടോ ഉപയോഗിച്ചിരുന്നു. തന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളെല്ലാം ഇദ്ദേഹം ഇന്നും നെഞ്ചോട് ചേർക്കുന്നു. പിന്നിട്ട നാളുകളിലെ ഓർമ്മയ്ക്കായി തന്റെ ആദ്യകാല ക്യാമറ വീടിന്റെ പ്രധാന വാതിലിന് സമീപത്തുള്ള ജനലിൽ മരത്തിൽ മനോഹരമായി കൊത്തിവെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. രാജി സഖിയായി ഒപ്പമുണ്ട്. ആതിര, ആവണി, അപർണ എന്നിവരാണ് മക്കൾ. കുടുംബത്തിന്റെ വലിയ പിന്തുണ തന്നെയാണ് തന്റെ ഈ പുരസ്കാര നേട്ടങ്ങൾക്കെല്ലാം പിന്നിലെ കരുത്തെന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു മാഷുണ്ട്, ഡ്രോയിങ് മാഷാണ്. അപ്പോൾ ആളിങ്ങനെ ഞാൻ കുറേശ്ശെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആൾക്കന്നത് സ്റ്റുഡിയോ ഉണ്ട്. എന്താ പറയുക, മാറഞ്ചേരി സ്റ്റുഡിയോയിലാണ്, സുമേഷ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തരെയും നല്ല നല്ല ആൾക്കാർ ചെയ്തിട്ടുള്ള ആൾക്കാരുള്ള ഫോട്ടോഗ്രാഫി കണ്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അങ്ങനെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് വർഷാപ്പിൽ ഉണ്ടാക്കിയത്. വർഷാപ്പിൽ ഉണ്ടാക്കി അവിടെ നിന്ന് മെല്ലെ കുറേ തിരുട്ട് കളികളൊക്കെ കളിച്ച് ഞാൻ അവിടെ നിന്ന് മെല്ലെ പുറത്ത് ചാടി ഫോട്ടോഗ്രാഫി കയറി. ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ആദ്യത്തെ ഗുരുനാഥൻ വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ അയിലുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗംഗ സ്റ്റുഡിയോ എറണാകുളത്തേക്ക് പോയി. അവിടെ ഗംഗയായിട്ട് റഷീദ്ക്കയാണ് മെയിനായിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു തന്നത്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ റഷീദാണ്. അപ്പോൾ ആളാണ് അതൊരു സംഭവമാണ്. മോമലിക്കണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറേ കാലം അവിടെ നിന്ന്